ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും നിങ്ങളെപ്പോലെ 2025 ഇവിടെ പറഞ്ഞ് 2026 കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ ഒട്ടേറെ പ്രോബ്ലംസും ചാലഞ്ചസും നിറഞ്ഞതായിരുന്നു. ശരിക്കും ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഓവർ തിങ്കിങ്ങിൽ നിന്നും മനസ്സിനെ ഒന്ന് എൻഗേജ്ഡ് ആക്കാനായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ച ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയർ എന്ന നോവലിൽ എഡ്വേർഡ് റോച്ചസ്റ്റർ പറഞ്ഞ വരികളാണ് ഇപ്പോൾ മനസ്സിൽ കടന്നു വരുന്നത്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. നമ്മൾ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ ആകില്ല ലൈഫിൽ പലതും സംഭവിക്കുന്നത്, അല്ലേ? ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ കൂടെ നിൽക്കുന്ന യഥാർത്ഥ ബന്ധങ്ങളെപ്പോലും തിരിച്ചറിയുന്നത്. ബട്ട് ചാലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ സ്ട്രോങ്ങർ ആൻഡ് വൈസർ. സോ ഇഫ് യു മൂവ് ഫോർവേഡ് പോസിറ്റീവ്ലി, എവറിത്തിങ് വി ക്യാൻ ചേഞ്ച്. എന്തായാലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒരുവിധം മറികടന്ന് ഇതാ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പുതിയ വർഷത്തിൽ കടക്കുമ്പോൾ ഐ തിങ്ക് ലൈഫ് നീഡ്സ് എ റീസെറ്റ്. സോ ഡിസൈഡ് ടു സ്റ്റാർട്ട് വിത്ത് മൈ ജേർണൽ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ മൈ റിഫ്ലക്ഷൻ. വിന്റർ ബ്രേക്കിൽ ഒരു പുതിയ ശീലം ആരംഭിച്ചിട്ടുണ്ട്. ചിയ സീഡ്, ലെമൺ, ഹണി ആൻഡ് വാട്ടർ, സോക്ക് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഡ്രിങ്ക്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞെന്ന റെമഡിയാണ്. യുഎയിൽ താമസിക്കുന്ന മിക്ക ലേഡീസും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഹെയർ ഫോളിങ്. ഞാനും ഈ സെയിം പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും ചെറിയ മാറ്റം കാണാനുണ്ട് കേട്ടോ. പിന്നെ മൈ ഫേവറേറ്റ് സ്ട്രോബെറി. ഇത് ഡെയിലി റൂട്ടീൻ്റെ പാട്ടൊന്നുമല്ല, ജസ്റ്റ് എ ട്രീറ്റ്. ആഫ്റ്റർവേർഡ്സ് ഐ മൂവ് ടു ക്ലീനിങ്. Life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. ഇന്ന് ഒരു ചെറിയ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതിയ വർഷത്തിലേക്ക് കടക്കുന്നല്ലേ, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാമെന്ന് കരുതി ഷാർജ ടു കൽബ, കൽബ ടു കോർഫക്കാൻ. കൽബ സ്ഥിരം ലൊക്കേഷനാണ് കേട്ടോ. മൈ സിസ്റ്റർ ലിവിംഗ് ദെയർ. Kalba is the most beautiful coastal town on the east coast of Sharjah. It's in the Gulf of Oman. ചുറ്റും മലകളും കടലും നീണ്ട കോർണിഷും അതിന് വൈബ് നൽകുന്ന ട്രഡീഷണൽ ബിൽഡിംഗ്സും ഒക്കെ ഉൾപ്പെടുന്ന പെർഫെക്റ്റ് ഗേറ്റ് വേ ആണ് കൽബ. ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ഈവനിംഗ് വാക്ക് ആൻഡ് റിലാക്സിംഗ് ബൈ ദ സീ. ഷാർജയിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും കൽബയിലാണ് കാണപ്പെടുന്നത്, എസ്പെഷ്യലി എക്കോ ടൂറിസം റിലേറ്റഡ് പ്ലേസസ്. ദാറ്റ്സ് വാട്ട് സിറ്റി ലൈഫിൽ നിന്നും വല്ലപ്പോഴുമൊക്കെ ഒരു മോചനത്തിനായി പലരും കൽബ, കോർഫക്കാൻ പോലെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാറുണ്ട്. കൽബ കോർണിഷ് ബീച്ച്, ഖോർ കൽബ മാംഗ്രൂവ് സെൻറ്റർ, ഹാങ്ങിങ് ഗാർഡൻ, അൽ ഹഫയ മൗണ്ടൻ കൺസർവേഷൻ സെൻറ്റർ, ഇതൊക്കെ കൽബയിലെ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. ഐ വിൽ മേക്ക് എ ഡീറ്റെയിൽ വീഡിയോ റിലേറ്റഡ് കൽബ ലേറ്റർ. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ കോഫക്കാൻ ആണ്. ഓൺ ദ വേ ലഞ്ചൊക്കെ കഴിഞ്ഞ് കോഫക്കാൻ ആംഫി തിയേറ്റർ ഏരിയയിലോട്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കോഫക്കാൻ ആംഫി തിയേറ്റർ റോമൻ ഡിസൈൻ ഇൻസ്പയറിൽ നിർമ്മിച്ച സ്റ്റണ്ണിംഗ് ആർക്കിടെക്ചറൽ ഡിസൈൻ ലാൻഡ്മാർക്കാണ്. ലോക്കൽ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ എയർ വെന്യൂ ആണ്. കോൺസേർട്ട്, കൾച്ചറൽ ഈവൻറ്റ്സ്, പെർഫോമൻസസ് എന്നിവയ്ക്കൊക്കെ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്.
അടുത്ത് കോർഫക്കൻ വാട്ടർഫോൾ കാണാം. 45 മീറ്റർ ഹൈ കാസ്കേഡ് മൗണ്ടൻ റോക്കിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈവനിങ് ലൈറ്റിൽ തീർക്കുമ്പോൾ അതിന് മാജിക്കൽ ലുക്ക് കിട്ടുന്നു. തൊട്ടടുത്ത് ബീച്ച് ഏരിയയും എൻജോയ് ചെയ്യാം. സമയം പരിധി കൊണ്ട് അവിടെ പോകാൻ സാധിച്ചില്ല. എന്തായാലും ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നിറങ്ങുമ്പോൾ നന്നായി തണുത്ത് മരവിച്ചിരുന്നു. ഒന്ന് റെഡിയാകാനായിട്ട് ചായ കുടിക്കാനായിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടെത്തി. അവിടെ നിന്ന് തന്നെ കുറച്ച് ഗ്രോസറീസും പർച്ചേസ് ചെയ്തു. പിന്നെ കൽബ വഴി ഷാർജയിലേക്കുള്ള ഒരു മടക്കയാത്ര. ചില യാത്രകൾ മനോഹരമാക്കുന്നത് അവിടെ കാണുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, കൂടെ യാത്ര ചെയ്യുന്നവരുമാണെന്ന് പറയാറില്ലേ? അത്തരത്തിൽ എൻജോയ് ചെയ്ത ഒരു വേറിട്ട അനുഭവമായിരുന്നു ഇന്നത്തെ യാത്ര. ഈ പുതിയ വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒത്തിരി നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വിഷിംഗ് എവ്രിവൺ എ ഹാപ്പി, ഹെൽത്തി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഇഫ് യു എൻജോയ് ദിസ് വ്ലോഗ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. Stay tuned for next video. Thank you for watching.